വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരണപ്പെട്ട ദമ്പതികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ ജനപ്രതിനിധികളും ബന്ധുക്കളും ഏറ്റുവാങ്ങി. കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ഭാര്യ ലോവേനി തോമസാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായത്. ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 32 ഇന്ത്യക്കാരുമായി യാത്ര തിരിച്ച സ്പീഡ് ബോട്ട് വിയറ്റ്നാമിലെ ഫ്യൂക്കോക്ക് ദ്വീപിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 മലയാളികളടക്കം 15 ഇന്ത്യക്കാരാണ് മരണപ്പെട്ടത്. 10 തമിഴ്നാട് സ്വദേശികളും 2 ആന്ധ്രാപ്രദേശ് സ്വദേശികളുടെയും ജീവൻ നഷ്ടമായി. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കേരളം, തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർക്കായി മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് നിർമ്മാണ കമ്പനി ഏർപ്പെടുത്തിയ യാത്രയാണ് അപകടത്തിൽ കലാശിച്ചത്. മരിച്ച മലയാളികളുടെ മൃതദേഹം ഇന്ന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ പി.സി. വിഷ്ണുനാഥ്, സി.പി. ജോൺ എന്നിവർ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി. നിലവിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും. രാവിലെ 10 മണി മുതൽ കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിലെ ജൂബിലി ചാപ്പലിൽ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കും. ബന്ധുക്കൾക്കും പൊതുജനങ്ങൾക്കും അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമുണ്ടാകും. ഉച്ചയ്ക്ക് 3:30 കുടുംബകല്ലറയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.